ദുരന്തർ റിവെഞ്ച് പടം കണ്ടിട്ട് വന്നിരിക്കുകയാണ്. ദുരന്തർ എനിക്ക് അവിടുന്ന് ഞാൻ വീഡിയോ എടുത്തത് ഒരു സൂം ഔട്ട് ആയിപ്പോയി. അതുകൊണ്ട് അത്ര ശരിയായില്ല. അതുകൊണ്ട് വീട്ടിൽ വന്നിട്ടാണ് ഞാൻ ഇതിൻ്റെ റിവ്യൂ പറയുന്നത്. ദുരന്തറിൻ്റെ ആദ്യത്തെ ഒരു 15 മിനിറ്റ് ഒരു കാരണവശാലും നിങ്ങൾ മിസ് ചെയ്തേക്കരുത് കേട്ടോ. ലെവൽ എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ മേക്കിംഗ് ആണ് ആദ്യത്തെ ഒരു 15 മിനിറ്റ്. അതായത് രൺവീർ സിംഗ് വരുന്ന ഒരു ഇൻട്രൊഡക്ഷൻ സീനാണ്. ഒരു 15 മിനിറ്റോളം നീളും. അത് ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. വയലൻസിൻ്റെ അങ്ങേയറ്റമാണ് കാണിക്കുന്നത്. വയലൻസ് എന്ന് പറഞ്ഞാൽ ഇതുവരെ അത്രയും ഒരു വയലൻസ് ഇന്ത്യൻ സിനിമയിൽ വന്നിട്ടില്ല. അതുപോലത്തെ ഒരു വയലൻസ് സീനാണ് ആദ്യത്തെ 15 മിനിറ്റ് കാണിക്കുന്നത്. കിട്ടിപ്പൻ സീനുകൾ കേട്ടോ. എന്ന് വെച്ചാൽ ഒരു ഇന്ത്യ നടക്കുന്ന ഒരു ഇതായിട്ടാണ് കാണിക്കുന്നത്. പിന്നെ പടം മൊത്തം പറയുകയാണെങ്കിൽ 4 മണിക്കൂർ മിച്ചമുണ്ട് പടം. ശരിക്കും പറയുകയാണെങ്കിൽ 4 മണിക്കൂർ മിച്ചമാണ് പടം. അതുകൊണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ലാഗ് തോന്നിയാലും പക്ഷേ വലിയ ആക്ഷൻ സീനൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന കാരണം അത്ര അതങ്ങ് ഫീൽ ചെയ്യത്തില്ല. അങ്ങനെ ഒരു പ്രശ്നം ഇതേ ഉള്ളൂ അതിനകത്ത്. അല്ലാതെ വേറെ വലിയ ലാഗ് 4 മണിക്കൂറിൻ്റെ പറയുന്ന ഒരു ലാഗ് ഇതിനകത്തുനിന്ന് നമുക്ക് കിട്ടാൻ പോകുന്നില്ല. അത് കുഴപ്പമില്ലാതെ തന്നെ നമുക്ക് തോന്നും കേട്ടോ. അതും ഫസ്റ്റ് കണ്ടപോലെ തന്നെ ഫസ്റ്റ് ഏകദേശം ഒരു 3-3/4 മണിക്കൂറുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഇത് ഫീൽ ചെയ്യും. പിന്നെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഒരു പാർട്ടി ചെയ്ത ഒരു മണ്ടത്തരം ഭയങ്കരമായിട്ട് വെളുപ്പിക്കാൻ നോക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു ഇതിനകത്ത് ഒരു പാർട്ടിയെ വെളുപ്പിക്കാനായിട്ട് വളരെയധികം ശ്രമിച്ച് കാണുന്നതായിട്ട് എനിക്ക് തോന്നി. അതൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നി. ജനതായന് കിട്ടാത്ത ഒരു ന്യായം ഇവർക്ക് കിട്ടി. ഇലക്ഷൻ സമയത്ത് ഇങ്ങനെയൊരു പടം ഇറക്കി വിട്ടാൽ ജനനായകന് അത് കിട്ടിയില്ല. ഇലക്ഷൻ സമയത്ത് ഇങ്ങനെയൊരു പടം ഇറക്കാനും ആ പാർട്ടിക്ക് പറ്റി. അതേ ഉള്ളൂ വേറെ എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയത്. അല്ലാതെ മേക്കിംഗ് ക്വാളിറ്റി കിഡിലിനാണ്, വേറെ ഒന്നും പറയാനില്ല. അടിപൊളി മേക്കിംഗ് എന്ന് വെച്ചാൽ അടിപൊളി മേക്കിങ്. അത് ഇതിൽ വേറെ ഒന്നും ലെവലിൽ പറയാനില്ല. പിന്നെ നമുക്ക് അവസാനം ഇപ്പോൾ പടം തീരുന്നതായത് വീണ്ടും കുറച്ച് നീട്ടിക്കൊണ്ട് പോകുന്നു. വീണ്ടും ഇങ്ങനെ അങ്ങനെ ഒരു ഫീലിങ്ങിന് അവസാനത്തെ കുറച്ച് ഒരു അരമണിക്കൂർ നമുക്ക് തോന്നും ഇപ്പോൾ തീർന്നു ഓർക്കും. പക്ഷേ വീണ്ടും അങ്ങനെ 2-3 പ്രാവശ്യം പോകുന്നുണ്ട്. അല്ലാതെ അതൊരു നെഗറ്റീവായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നെഗറ്റീവായിട്ട് തോന്നിയത് എനിക്ക് ഒരു പാർട്ടി വെളുപ്പിക്കാൻ നോക്കി, അവർ കാണിച്ചൊരു മണ്ടത്തരം വെളുപ്പിക്കാൻ നോക്കിയതെന്നുള്ളൊരു കുഴപ്പം മാത്രമേ എനിക്ക് നെഗറ്റീവായിട്ട് പടത്തിൽ തോന്നിയിട്ടുള്ളൂ. പക്ഷേ അന്യായ മേക്കിംഗ്, രൺവീർ സിംഗ് വേറെ ലെവൽ കിടിലാണ് കേട്ടോ. തിയേറ്റർ തന്നെയാണ് BGM എന്നൊക്കെ പറഞ്ഞാൽ തിയേറ്റർ കിട്ടുന്ന BGM ആണ് വന്നിരിക്കുന്നത്. പടം മേക്കിംഗ് ലെവൽ അടിപൊളി കേട്ടോ. ദുരന്തർ റിവെഞ്ച്. ഓക്കെ.